Hi everyone, my topic is remote sensing for disaster management. മുന്നേയുള്ള ടോപ്പിക്സിലെല്ലാം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെല്ലാം കുറിച്ചിട്ട് അറിഞ്ഞത് തന്നെയാണ്. സ്റ്റിൽ വാട്ട് ഈസ് ഡിസാസ്റ്റർ? A disaster is a situation in which the community is incapable of coping. അത് നാച്ചുറൽ ആണെങ്കിലും മാൻ മെയ്ഡും ആവാൻ വേണ്ടിയിട്ട് പറ്റും. These events which causes intense negative impact on people, goods, services, environment, etc. ഈ പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. Disaster management. Disaster management can be defined as the discipline and profession of applying science, technology, planning and management to deal with extreme events. ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആൻഡ് ലോസ്, ഇറ്റ് റിഡ്യൂസസ് ദ ലോസ്. Disaster management activity is divided into different phases, and this can be named as planning, mitigation, preparedness, response, and recovery. And roles that remote sensing and GIS play in disaster management phases. നമ്മൾ നേരത്തെ പറഞ്ഞ സബ് ടോപ്പിക്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് GIS is useful in helping with forward planning. GIS എന്ന് പറയുമ്പോൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. നമുക്ക് ഡിസാസ്റ്റർ വരുന്നതിന് മുന്നായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫ്രെയിംവർക്ക് ഫോർ പ്ലാനേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജേഴ്സ് ടു വ്യൂ സ്പേഷ്യൽ ഡേറ്റ ബൈ വേ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് മാപ്സ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിറ്റിഗേഷൻ. ഇറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൈ റിസ്ക് ഏരിയാസ് facilitates the implementation of necessary mechanism to lessen the impact. നമുക്ക് ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ ലെസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിറ്റിഗേഷൻ എന്ന് പറയുന്ന ഫേസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് പ്രിപ്പയർഡ്നെസ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എമർജൻസി ഏരിയാസ്. Position of related departments, agencies and human resources make it easier for security and shelters provide to plan the strategies. Next point, response. Provide accurate information on exact location of an emergency situation. നമുക്ക് ഒരു ഡിസാസ്റ്റർ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി അതിൻ്റെ ലൊക്കേഷൻ, എമർജൻസി സിറ്റുവേഷനിൽ ലൊക്കേഷന് നമുക്ക് കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് റെസ്പോൺസ് ഹെൽപ്പ് ചെയ്യും. ടൈം സേവിങ് ഡ്യൂറിങ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ട്രബിൾ ഏരിയാസ് വിച്ച് ഇസ് ദ ക്വിക്ക് റെസ്പോൺസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിക്കവറിയാണ്. മാപ്പിംഗ് ലെവൽ ഓഫ് ദ ഡാമേജ്. ഒരു ഡിസാസ്റ്റർ കാരണം പല ഡാമേജുകളും സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെന്തായാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും, കുറേ പേര് ഇൻജുവേർഡ് ആയിരിക്കും. ആ രീതിയിലുള്ള ഡാമേജസിനെ എല്ലാം കുറിച്ചിട്ടുള്ള ഒരു എക്സാക്റ്റ് ഇൻഫർമേഷനാണ് റിക്കവറി നമുക്ക് തരുന്നത്. നെക്സ്റ്റ് വി ടോക്ക് അബൌട്ട് ഡാറ്റ ഗേതറിംഗ്. ദ ഡേറ്റ റിക്വയർഡ് for disaster management is coming from different scientific disciplines should be integrated. കുറേ തരത്തിലുള്ള ഡേറ്റാസ് കിട്ടും നമുക്ക്. അതെല്ലാം നമ്മൾ എന്ത് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ ഗാദറിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ ഇൻറ്റഗ്രേഷൻ is one of the strongest point of GIS. In general, the following types of data are required. ഡേറ്റ ഓൺ ദ ഡിസാസ്റ്റേഴ്സ് ഫിനോമിന. നമുക്കറിയാം പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ലാൻഡ് സ്ലൈഡ്സ്, എർത്ത് ക്വേക്ക്, ഫ്ലഡ്, സൈക്ലോൺസ് എക്സെട്ര ഈ തരത്തിലുള്ള ഫിനോമിനൻ്റെ ലൊക്കേഷൻ, ഫ്രീക്വൻസി, മാഗ്നിറ്റ്യൂഡ് ഇതിനെയെല്ലാം കുറിച്ചിട്ടുള്ള ഡേറ്റാസ് വേണം. ഡേറ്റ ഇൻ ദ എൻവയൺമെൻറ്റ് ഇൻ വിച്ച് ദ ഡിസാസ്റ്റേഴ്സ് ഈവൻറ്റ് മൈ ടേക്ക് പ്ലേസ്. ഏത് രീതിയിലുള്ള ഡിസാസ്റ്റർ ആണെങ്കിലും അത് എന്ത് ടൈപ്പിലുള്ള എൻവയൺമെൻറ്റിലാണ് അത് ടേക്സ് പ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും നമുക്ക് ആവശ്യമാണ്. ഡേറ്റ ഓൺ ദ എലമെൻറ്റ്സ് മൈറ്റ് ബി ഡിസ്ട്രോയ്ഡ് ഇഫ് ദ ഈവൻറ്റ് ടേക്സ് പ്ലേസ്.
ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അറിയാം മോസ്റ്റ്ലി കോസ്റ്റൽ ഏരിയാസിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, എത്ര തരത്തിലുള്ള പോപ്പുലേഷൻ ഇതെല്ലാം എഫക്റ്റ് ആകുന്നു എന്നുള്ള ഡേറ്റ നമുക്ക് ആ ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് ദ റോൾ ഓഫ് റിമോട്ട് സെൻസിങ് ഇൻ സൈക്ലോൺ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായ കുറേ ഫേസസ് ഉണ്ടായിട്ടില്ല, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്ക്യൂ, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്നത്. സൈക്ലോണിൻ്റെ കേസിലാവുമ്പോൾ മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ റിസ്ക് മോഡലിംഗ്, വൾണറബിലിറ്റി അനാലിസിസ്. പ്രിപ്പയർനെസ്സിൻ്റെ അടിയിൽ ഏർലി വാർണിംഗ്, ലോങ് റേഞ്ച് ക്ലൈമറ്റ് മോഡലിംഗ്. റെസ്ക്യൂവിൻ്റെ അടിയിൽ ഐഡൻറ്റിഫൈങ് എസ്കേപ്പ് റൂട്ട്സ്, ക്രൈസിസ് മാപ്പിംഗ് എക്സെട്ര. റിക്കവറിയിൽ ഡാമേജ് അസസ്മെൻറ്റ്, സ്പേഷ്യൽ പ്ലാനിങ് എക്സെട്ര. സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത് ഇവിടെ കൽപ്പന 1, ഇൻസാറ്റ് 3A എക്സെട്ര എക്സെട്ര. Through these pictures we can see the movement of the cyclone. In the first picture we can understand that the cyclone's intensity is not much, but as it progresses its intensity increases. We can just exactly understand this from these pictures. Through these pictures one can estimate the storm's position, direction, speed, maximum wind speeds etc etc. The program issues these to government officials, river port authorities, the general public etc. Next is the case study on Fallon cyclone. These pictures show about the cyclone known as the Fallon, which took place in 2013 at different dates: 7th October, 8th, 10th and 12th. A case study on this Fallon cyclone is best discussed here. 7th ഒക്ടോബറിന് കൽപ്പന 1, ഓഷ്യൻ സാറ്റ്, ഇൻസാറ്റ് 3 എന്നീ പറയുന്ന സാറ്റലൈറ്റ്സ് ഉണ്ടാക്കി നമുക്ക് മുന്നേ അറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. There would be a cyclone forming in the Gulf between Andaman Nicobar and Thailand named Fallon. And on 8th October 2013 IMD confirmed the cyclone formation and predicted it as severe cyclone. ആദ്യം 8th ഒക്ടോബറിന് സിവിയർ സൈക്ലോൺ എന്നാണ് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായത്. And its effect would be felt from Kalingapatnam in Andhra Pradesh to Paradeep in Odisha, and that it would probably first strike the port of Gopalpur in Ganjam district at about 5 p.m. on 12th October. And in your case the wind speed could touch 200 km/h. 10th October IMD predicted of a severe cyclone was converted to മുന്നേ severe cyclone എന്ന് പറഞ്ഞിട്ട്, but 10th October ആകുമ്പോഴത്തേക്ക് it was converted to very severe cyclonic storm with wind speeds up to 220 km/h. The US Navy's Joint Typhoon Warning Center predicted it would have wind speeds up to 315 km/h. 12th October ആകുമ്പോഴത്തേക്ക് the very severe cyclonic storm had its landfall at Gopalpur port at about 9 p.m. with a wind speed of 200 km/h. ഈ സ്ലൈഡിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ സൈക്ലോണിൻ്റെത് എന്തെല്ലാം ഫേസിലുണ്ടായത്, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. GIS based maps for disaster management. Various maps were generated for the analysis in the GIS platform. And like എന്തെല്ലാം തരത്തിലുള്ള മാപ്പുകളാണെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡ് ഏരിയാസ് ഓഫ് സദർ സബ് ഡിസ്ട്രിക്റ്റ്, population density distribution in flood prone areas, villages having road connectivity, hospital facility in flood affected areas, route map for disaster prone areas. ഈ രീതിയിൽ പല പ്ലാറ്റ്ഫോംസും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോൾ ഓഫ് GIS and drought. NDVI is calculated from the visible and near infrared
reflected by vegetation. Healthy vegetation എന്ന് പറയുന്നത് ഇറ്റ് അബ്സോർബ്സ് മോസ്റ്റ് ഓഫ് ദ വിസിബിൾ ലൈറ്റ്. ഹെൽത്തി വെജിറ്റേഷന് വിസിബിൾ ലൈറ്റിനെ മോസ്റ്റ്ലി അബ്സോർബ് ചെയ്യും ആൻഡ് റിഫ്ലെക്ട്സ് എ ലാർജ് പോർഷൻ ഓഫ് നിയർ ഇൻഫ്രാറെഡ് ലൈറ്റ്. അൺഹെൽത്തി അല്ലെങ്കിൽ സ്പെയർ വെജിറ്റേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് റിഫ്ലെക്ട്സ് മോർ വിസിബിൾ ലൈറ്റ് ആൻഡ് ലെസ്നെസ് ഇൻ നിയർ ഇൻഫ്രാറെഡ് ലൈറ്റ്. കാൽക്കുലേഷൻ ഓഫ് NDVI എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു വാല്യൂ റേഞ്ചസ് ഫ്രം -1 to +1 ആണ്. നോ ഗ്രീൻ ലീവ്സ് വിൽ ഹാവ് ദ വാല്യൂ ദറ്റ് ഈസ് ക്ലോസ് ടു 0. 0 എന്ന് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ NDVI വാല്യൂ 0 ആണെങ്കിൽ വിച്ച് മീൻസ് നോ വെജിറ്റേഷൻ. ക്ലോസ് ടു +1 എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഒരു 0.8 0.9 ഇടക്കലാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഹയസ്റ്റ് പോസിബിൾ ഡെൻസിറ്റി ഓഫ് ഗ്രീൻ ലീവ്സ്. NDVIൻ്റെ കാൽക്കുലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NIR + RED ഡിവൈഡഡ് ബൈ NIR - RED, where NIR എന്ന് പറയുന്നത് റിഫ്ലക്റ്റൻസ് ഇൻ നിയർ ഇൻഫ്രാറെഡ് ബാൻഡും RED എന്ന് പറയുന്നത് റിഫ്ലക്റ്റൻസ് ഇൻ റെഡ് ബാൻഡുമാണ്. നമുക്ക് ഡ്രൗട്ട് വന്നിട്ടുള്ള ഡിഫറൻസസ്, ഒരു പ്യോർ വെജിറ്റേഷൻ ഏരിയയും ഡ്രൗട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു സ്ലൈഡ് കാണിക്കുന്നത്. പിക്ചേഴ്സ് ഷോയിങ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഡെൻസ്ലി വെജിറ്റേഷൻ ഏരിയ ആൻഡ് ഡ്രൗട്ട് ഏരിയാസ്. റോൾ ഓഫ് റിമോട്ട് സെൻസിങ് ഇൻ earthquake. ഈ രണ്ട് പിക്ചേഴ്സ് എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷൻസിലും earthquake ഈവൻറ്റ് ടേക്സ് പ്ലേസ് ചെയ്തിട്ടുള്ളതും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് ഈസ് ദ റോൾ ഓഫ് റിമോട്ട് സെൻസിങ് ഇൻ ഫ്ലഡ്. റിവർ ഫ്ലഡ്സ് മോസ്റ്റ്ലി ഈ കോസ്റ്റൽ ഏരിയാസിൽ നമുക്ക് പറയാൻ പറ്റും. വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിന് പകരം തന്നെ ഫ്ലഡ്സ് ആണ് മോസ്റ്റ്ലി അവരെ എഫക്റ്റ് ചെയ്യുന്നത്. ഈ ഫ്ലഡ് കാരണം നമുക്ക് മുന്നേ നമ്മൾ പ്രളയം ഉണ്ടായ സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ദർ വർ മെനി ഡാമേജസ് ദാറ്റ് ടുക്സ് പ്ലേസ് ഫോർ ഹോംസ്, റോഡ്സ്, ബ്രിഡ്ജസ് എക്സെട്ര. ഫ്ലഡ്സ് കാരണം ഇങ്ങനത്തെ പല ഡാമേജസും ഉണ്ടാവും. ഡ്യൂറിങ് ഫ്ലഡിങ് timely and detailed situation reports are required by disaster management authorities to locate and identify affected areas and to implement damage mitigation. Remote sensing systems on satellites and aircraft can provide much of the required information for delineating the flood affected areas, assessing the damage, and feeding models that can predict the vulnerability to flooding of an inland and coastal areas. Thank you.